എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 3-ാം ദിവസം. ഓം ശ്രീ മഹാത്രിപുര സുന്ദരിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 3. അവിദ്യാനാം അന്തസ്തിമിര മിഹിര ദീപനഗരീ ജഡാനാം ചൈതന്യസ്തപക മകരന്ദ ശ്രുതിജരീ ദരിദ്രാണാം ചിന്താമണിഗുണനികാ ജന്മജലധൗ നിമഗ്നാനാം ദ്രംഷ്ട മുരരിപുവരാഹസ്യ ഭവതി. അവിദ്യാനാം അന്തസ്തിമിര മിഹിര ദീപനഗരീ ജഡാനാം ചൈതന്യസ്തപക മകരന്ദ ശ്രുതിജരീ ദരിദ്രാണാം ചിന്താമണി ഗുണനികാ ജന്മജലധൗ നിമഗ്നാനാം ദ്രംഷ്ട മുരരിപു വരാഹസ്യ ഭവതി. ഇവിടെയും കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ദേവിയുടെ പാദധൂളിയുടെ മഹത്വത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അല്ലയോ ഭഗവതി, നിന്തിരുവടിയുടെ പാദധൂളി അജ്ഞാനികൾക്ക് ഉള്ളിലുള്ള മോഹാന്ധകാരത്തെ നശിപ്പിക്കുന്നതിന് സമുദ്ര മധ്യത്തിലുള്ള സൂര്യോദയസ്ഥാനമായി മാറുന്നു. എന്ന് വെച്ചാൽ ദേവിയുടെ പാദധൂളി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, അവരവരുടെ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നതിന് വേണ്ടി ദേവിയുടെ പാദധൂളിയാണ് ശക്തി നൽകുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ പറയുന്നത് അജ്ഞാനികൾക്ക് ഉള്ളിലുള്ള അന്ധകാരത്തെ എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് സമുദ്രമധ്യത്തിലുള്ള സൂര്യോദയ സ്ഥാനമായി ഭവിക്കുന്നു. ജഡാനാം മന്ദന്മാർക്ക് അതായത് ബുദ്ധിയില്ലാത്തവർക്ക് ബുദ്ധി വികാസമാകുന്ന കൽപ്പകവൃക്ഷ പൂങ്കുലയിൽ നിന്നുണ്ടായ പൂന്തേനിൻ്റെ പ്രവാഹമായി മാറുന്നു. അതാണ് ജഡാനാം ചൈതന്യ സ്തപക മകരന്ദ ശ്രുതി ജരി എന്ന് പറയുന്നത്. ഇവിടെ അജ്ഞാനികൾക്ക് ഉള്ളിലുള്ള അന്ധകാരത്തെ നശിപ്പിക്കുന്നതിന് സമുദ്രമധ്യത്തിലുള്ള സൂര്യോദയ സ്ഥാനമാകുന്നു. അതുപോലെ മന്ദന്മാർക്ക്, ബുദ്ധിയില്ലാത്തവർക്ക് ബുദ്ധി വികാസമാകുന്ന കൽപ്പവൃക്ഷ പൂങ്കുലയിൽ നിന്നുണ്ടായ പൂന്തേനിൻ്റെ പ്രവാഹമായി മാറുന്നു. അതായത് അവരുടെ ബുദ്ധിയെ ഉണർത്തുന്നു. അതുപോലെ ദരിദ്രന്മാർക്ക് തങ്ങളുടെ ഇഷ്ടങ്ങളെയെല്ലാം കൊടുക്കുന്ന, ആഗ്രഹിക്കുന്നതെന്തും കൊടുക്കുന്ന ചിന്താമണി രത്നത്തിൻ്റെ കൂട്ടമായും, അതുപോലെ ജനന മരണ രൂപമായ സംസാര സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നവർക്ക്, ഇപ്പം ഈ സംസാര സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭക്തന്മാർക്ക് എന്ത് ചെയ്യുന്നു? ഭഗവാൻ വിഷ്ണു ആദിവരാഹത്തിൻ്റെ അവതാരമെടുത്താണ് ഭൂമിയെ ഉയർത്തിയത്. അങ്ങനെ ആ തേറ്റ വിഷ്ണുവിൻ്റെ അവതാരമായ ആദിവരാഹത്തിൻ്റെ സാമർഥ്യമുള്ള തേറ്റയായും ഭവിക്കുന്നു. അതായത് ഈ ഭൂമിയെ ഉയർത്തിയത് ഭഗവാന്റെ വരാഹ അവതാരമായിരുന്നു. ആ വരാഹ അവതാരം എന്ത് ചെയ്തു? ഈ ഭൂമിയെ ഉയർത്തി. അതോടൊപ്പം തന്നെ സംസാര സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നവരെ ഉയർത്തുന്നതിന് സാമർഥ്യമുള്ള തേറ്റയായും ഭവിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ശ്രീദേവി പാദധൂളി, ഈ ദേവിയുടെ ത്രിപുരസുന്ദരിയുടെ പാദധൂളി, പാദത്തിലെ പൊടി, ഉപാസകന്മാർക്ക്, ഭക്തന്മാർക്ക് ജ്ഞാനത്തെയും ബുദ്ധിവികാസത്തെയും ഐശ്വര്യത്തെയും മോക്ഷത്തെയും കൊടുക്കുന്നതിന് ഭവിക്കുന്നു, അല്ലെങ്കിൽ സമർത്ഥമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമുക്കൊന്നുകൂടെ പറഞ്ഞാൽ അവിദ്യാനാം എന്ന് വെച്ചാൽ അജ്ഞാനികൾക്ക്, ആത്മജ്ഞാനമില്ലാത്തവർക്ക്, സാധാരണ ജ്ഞാനമല്ല ആത്മജ്ഞാനം ഇല്ലാത്തവർക്ക് അവരുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ, അന്ധകാരത്തെ നശിപ്പിക്കുന്നതിന് സൂര്യമധ്യത്തിലുള്ള സൂര്യോദയ സ്ഥാനമായി മാറുന്നു.
സൂര്യോദയം എന്താണ്? പ്രകാശത്തെ, അന്ധകാരത്തെ മാറ്റി പ്രകാശത്തെ കൊടുക്കുന്നതാണ് സൂര്യോദയം. അങ്ങനെയുള്ള, അതായത് അജ്ഞാനികളായ ഭക്തന്മാർക്ക് ഉള്ളിലുള്ള അന്ധകാരത്തെ നശിപ്പിക്കുന്നതിന് സമുദ്രമധ്യത്തിലുള്ള സൂര്യോദയ സ്ഥാനമായി ഈ ദേവിയുടെ പാദധൂളി ഭവിക്കുന്നു. അതുപോലെ മന്ദന്മാർക്ക്, ബുദ്ധിയില്ലാത്തവർക്ക് ബുദ്ധി വികാസമാകുന്ന കൽപ്പവൃക്ഷ പൂങ്കുലയിൽ നിന്നുണ്ടാകുന്ന പൂന്തേനിൻ്റെ പ്രവാഹമാകുന്നു. അതുപോലെ ദരിദ്രന്മാർക്ക് തങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇഷ്ടങ്ങളെ എല്ലാം കൊടുക്കുന്ന ചിന്താമണി രത്നത്തിൻ്റെ സമൂഹമാകുന്നു. അതുപോലെ ജനന മരണ രൂപമായ സംസാര സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്നവർക്ക് അവരെ ഉയർത്തുന്നതിന് വേണ്ടി വിഷ്ണു അവതാരമായ ആദിവരാഹത്തിൻ്റെ രൂപമായും ഭവിക്കുന്നു. അപ്പം ദേവിയുടെ പാദധൂളികളുടെ മഹത്വമാണ് ഈ ശ്ലോകത്തിലും പറയുന്നത്. അങ്ങനെ എന്താ പറയുന്നത്, എല്ലാവർക്കും ഈ ദേവിയെ നമുക്ക് ഐശ്വര്യവും ജ്ഞാനവും ഐശ്വര്യവും ബുദ്ധിവികാസവും മോക്ഷവും എല്ലാം തരുന്ന ഈ ദേവിയുടെ അനുഗ്രഹം നമ്മൾക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിദ്യാനാം തിവിരമിഹിര ദീപനഗരി ജഡാനാം ചൈതന്യസ്തവക മകരന്ദശ്രുതിജരി ദരിദ്രാണാം ചിന്താമണി ഗുണനിക ജന്മജലധൗ നിമഗ്നാനാം ദൃംഷ്ട മുരരിപുവരാഹസ്യ ഭവതി. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ത്രിപുരസുന്ദരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.